ഇംഗ്ലണ്ടിനെതിരായ ലോകകപ്പ് സെമിഫൈനൽ മത്സരത്തിൽ 68 റൺസിന്റെ വിജയമായിരുന്നു ഇന്ത്യ സ്വന്തമാക്കിയത്. അതേസമയം മത്സരത്തിൽ രോഹിത് ശർമ്മ ഒരു അർദ്ധ സെഞ്ചുറിയും സ്വന്തമാക്കുകയുണ്ടായി. ബോളർമാരും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുകയുണ്ടായി. വിജയത്തിന്റെ ക്രെഡിറ്റ് ടീമിലെ എല്ലാ താരങ്ങൾക്കും നൽകിയായിരുന്നു രോഹിത് ശർമ്മ മത്സരശേഷം സംസാരിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സംതൃപ്തി നൽകുന്ന വിജയമാണിത്. ഒരു ടീമെന്ന നിലയിൽ നന്നായി പ്രയത്നം നടത്തിയാണ് ഞങ്ങൾ ഇത് നേടിയത്. ഇത്തരമൊരു മത്സരത്തിൽ വിജയം സ്വന്തമാക്കണമെങ്കിൽ ടീമിലുള്ള എല്ലാവരിൽ നിന്നും കൃത്യമായ പ്രയത്നങ്ങൾ ഉണ്ടാവണം. ഇവിടുത്തെ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കളിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. സാഹചര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് മാത്രമായിരുന്നു ഞങ്ങൾക്ക് മുൻപിലുണ്ടായിരുന്ന വെല്ലുവിളി. അതിൽ ഞങ്ങൾ വിജയിച്ചു എന്നും രോഹിത് പറഞ്ഞു. സാഹചര്യങ്ങൾക്ക് അനുസൃതമായി നന്നായി കളിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. എങ്ങനെയാണ് ഞങ്ങൾ ഈ വിജയം സ്വന്തമാക്കിയത് എന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്നു. ഒരു സമയത്ത് 140 അല്ലെങ്കിൽ 150 സ്കോർ ഈ പിച്ചിൽ മികച്ച സ്കോറായി തോന്നിയിരുന്നു. എന്നാൽ സൂര്യകുമാർ യാദവുമായി ഒത്തുള്ള കൂട്ടുകെട്ട് കഴിഞ്ഞതോടെ ഒരു 25 റൺസ് അധികമായി സ്വന്തമാക്കുന്നതിനെ പറ്റി ഞങ്ങൾ സംസാരിച്ചു. ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ലക്ഷ്യം വെച്ചിരുന്നു. എന്നാൽ മറ്റുള്ള ബാറ്റർമാരോട് അക്കാര്യം ബോധിപ്പിച്ചില്ല. കാരണം അവരെല്ലാവരും വ്യക്തിഗത കളിക്കാരാണ്. ഈ പിച്ചിൽ 170 എന്നത് മികച്ച ഒരു സ്കോറായി ചിന്തിച്ചിരുന്നു, രോഹിത് കൂട്ടിച്ചേർത്തു. അക്സർ പട്ടേലും കുൽദീപ് യാദവും ഞങ്ങളെ സംബന്ധിച്ച് പ്രധാന സ്പിന്നർമാരായിരുന്നു. ഇവിടെ ചില ഷോട്ടുകൾ കളിക്കാൻ വളരെ പ്രയാസകരമായിരുന്നു. മാത്രമല്ല ഞങ്ങളുടെ സ്പിന്നർമാരിലും സമ്മർദ്ദമുണ്ടായിരുന്നു. പക്ഷേ അവർ ശാന്തമായി തന്നെ പന്തെറിയുകയുണ്ടായി. കോഹ്ലി ഒരു നിലവാരമുള്ള താരമാണ്. ഇത്തരം സാഹചര്യത്തിലൂടെ ഏതൊരു കളിക്കാരനും സഞ്ചരിക്കും. കോഹ്ലിയുടെ ക്ലാസും പ്രാധാന്യവും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഫോം എന്നത് ഒരു പ്രശ്നമല്ല, മനോഭാവമാണ് ഇവിടെ പുലർത്തേണ്ടത്. ഫൈനൽ മത്സരത്തിലും ഞാൻ കോഹ്ലിയെ പിന്തുണയ്ക്കുന്നു. ഒരു ടീം എന്ന നിലയിൽ ശാന്തത പുലർത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഫൈനലിന്റെ സാഹചര്യവും ഞങ്ങൾ മനസ്സിലാക്കുമെന്നും രോഹിത് ശർമ്മ പറയുകയുണ്ടായി. അതേസമയം മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചതിന് ശേഷം നായകൻ രോഹിത് ശർമ്മ പവിലിയണിലെത്തി കരയുന്ന ദൃശ്യങ്ങളടക്കം വൈറലായിരുന്നു. ശേഷം വിരാട് കോഹ്ലി വന്ന് ആശ്വസിപ്പിക്കുന്നതും നമ്മൾ കണ്ടിരുന്നു.